ശ്രീദേവി, to tell you the truth, എനിക്ക് തൃക്കമായി. എന്തേ? ശ്രീദേവിയെ സ്വന്തമാക്കാൻ. അച്ഛന്റെ അനുവാദം വാങ്ങണം. നാട്ടിലെത്തിയാ നോക്കിക്കോളൂ, ഞാൻ ഒട്ടും വൈകില്ല. അച്ഛന് ചിലപ്പോൾ സമ്മതമായില്ലെങ്കിലോ? നെവർ. ഞാൻ ഇഷ്ടപ്പെടുന്ന എന്തും എന്റെ അച്ഛൻ സമ്മതിക്കും. ഇനി ഇല്ലെങ്കിലോ ആ എതിർപ്പ് ഞാൻ വകവയ്ക്കില്ല. നമ്മളെ വേർതിരിക്കാൻ ലോകത്താർക്കും സാധ്യമല്ല. ആ ബോധ്യമില്ലേ, പിന്നെന്താ ഇത്ര തിടുക്കം? തിടുക്കമല്ല, ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മുമ്പേ നമ്മുടെ വിവാഹം. മനസ്സുകൊണ്ട് നാം എപ്പോഴേ ഒന്നായി. അനന്ത ഫോൺ. ഞാനിവിടെ ഇല്ല, നേരത്തെ പോയെന്ന് പറഞ്ഞു. எவ்வளவுதான் குடிக்கிறது? ரொம்ப நாளா நானும் இது கவனிச்சுட்டே இருக்கேன். ഞാൻ കുടിച്ചാ നിനക്കെന്താ? ചോദിച്ചു കേട്ടില്ലേ? ഞാൻ കുടിച്ചാ നിനക്കെന്താണെന്ന്? நான் யாரும் இல்ல. ஆனா இப்படி பார்க்கும்போது எனக்கு ரொம்ப கவலையா இருக்கு. എന്റെ മനസ്സിലെന്താണെന്നറിയാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പക്ഷേ അനുഭവം പഠിപ്പിച്ചത് പറഞ്ഞാൽ നിനക്ക് ബോധ്യമാവുമെന്നറിയില്ല. ആരെയും സ്നേഹിക്കരുത്, ഒരിക്കലും. സ്നേഹിച്ചാൽ കരയാൻ മാത്രമേ ഇടയുണ്ടാവൂ. ഓ ആനന്ദി, ഓ ആനന്ദി. ഒരു വിസിറ്റർ. എനിക്കോ? കത്തയക്കാമെന്നാ വിചാരിച്ചത്. അതിനിടയിൽ ഇതുവഴി വരേണ്ട ഒരു ആവശ്യമുണ്ടായി. എന്നാൽ കയറി കണ്ട് പറയാമെന്ന് കരുതി. ഞാനൊരു ഫോറിൻ ടൂറിന് പോകുന്നു. അടുത്ത ആഴ്ച മിനിയും കൂടെ വരുന്നുണ്ട്.
പരീക്ഷ കഴിഞ്ഞ് നിന്റെ വെക്കേഷൻ ടൈമിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. നീ ഹോസ്റ്റലിൽ കണ്ടിന്യൂ ചെയ്യുന്നോ അങ്ങോട്ട് വരുന്നോ? നീ വരുന്നുണ്ടെങ്കിൽ മതിയല്ലോ സർവന്റിനെ റീറ്റെയിൻ ചെയ്യുന്നത്. എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, എനിക്ക് ധൃതിയുണ്ട്. ഹോസ്റ്റലിൽ കഴിയാം. ശരി, നിന്റെ സൗകര്യം പോലെ. ഞാൻ ഇറങ്ങുന്നു. വിശേഷിച്ചൊന്നുമില്ലല്ലോ. ഇവിടെ ഇപ്പോ ഈ രാത്രിയില് നേരത്തെ വന്നു. ഉടനെ വരുമെന്ന് കരുതി വേറെ ആരും കാണാതെ അകത്ത് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇത്രയും വൈകി. പക്ഷേ വരുന്നത് ഇങ്ങനെയാകുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ. ക്ഷമിക്കണം, ഞാനിപ്പോ വരാം. എന്തു പറ്റി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തേ ശ്രീദേവി? ഞാൻ അനന്തനെ പിന്നെയും ബുദ്ധിമുട്ടിക്കുകയാണോ? എങ്ങനെ പറയേണ്ടതെന്നറിയില്ല. എനിക്ക് തനിച്ചൊന്നും തീരുമാനിക്കാൻ കഴിയുന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. എന്തു തന്നെയായാലും പറയും. ഞാനും മദനും. എനിക്കറിയാം. ആദ്യമേ അനന്തനോടെല്ലാം പറയണമെന്നുണ്ടായിരുന്നു. അന്ന് വിളിച്ചത് അതിനായിരുന്നു. പക്ഷെ പറ്റിയില്ല. പിന്നെ പല പ്രാവശ്യം ഞാൻ ഫോൺ ചെയ്തു. എന്തോ കിട്ടിയില്ല. മദൻ നാട്ടിൽ പോയി വന്നാലുടൻ വിവാഹം നടത്തണമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. മദനായിരുന്നു കൂടുതലും ധൃതി. മദൻ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കത്ത് കിട്ടി. എന്റെ ശ്രീദേവിക്ക് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ധൃതിപ്പെട്ടാണ് പോകുന്നത്. പക്ഷേ പെട്ടെന്നൊരു അത്യാഹിതം. സിംഗപ്പൂരിലെ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചുപോയി. സ്ട്രോക്ക് ആയിരുന്നു. ഞാനുടനെ അങ്ങോട്ട് പോവുകയാണ്. അവിടുത്തെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് ചേച്ചിയെ നാട്ടിലേക്ക് കൊണ്ടുവരണം. എത്രയെന്നറിയില്ല. ചെന്നിട്ടെഴുതാം. സ്വന്തം മദൻ. ഇത്രയല്ലേ ഉള്ളൂ. അവിടെ നിന്ന് വന്നാലുടൻ അദ്ദേഹം വരുമല്ലോ. അതെനിക്കും ഉറപ്പാണ്. പക്ഷേ ഉം? ഞാനതെങ്ങനെ പറയും? ഞാൻ ഒരമ്മയാകാൻ പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മദന് ഈ വിവരം അറിയില്ല. സിംഗപ്പൂരിലെ വിലാസം അറിയാത്തത് കൊണ്ട് എഴുതാനും വയ്യ. ഹോസ്റ്റലിൽ ചില സംശയങ്ങളുണ്ട്. അതുകൂടിയായപ്പോൾ ഞാൻ ആകെ തളർന്നു. മദൻ വരുന്നതുവരെ താമസിക്കാൻ എവിടെയെങ്കിലും ഒരു വീട് അനന്തൻ വിചാരിച്ചാൽ. നാളെ ആവട്ടെ, നമുക്ക് അന്വേഷിക്കാം. ഇപ്പൊ സമാധാനമായിട്ട് കിടന്നുറങ്ങും.